നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ ട്രെയിനിങ് സെഷനിൽ ഇന്നലെ ഓർലിൻ ഷൂമനിയും അതുപോലെ ഫെഡെ വാൽവർദയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ രാത്രി തന്നെ വീഡിയോ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ സംഭവിച്ചിരിക്കുന്നു. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അടി ഉണ്ടായി എന്ന് മാത്രമല്ല, ഫിസിക്കലി അടി ഉണ്ടായി. ഇന്നലെ ഉന്തും തള്ളും പ്രശ്നം നമ്മളത് പറഞ്ഞല്ലോ. ഇന്ന് അതല്ല, ശരിക്കും അടി കിട്ടി. വാൽവർദെ വീണു, ടേബിളിൽ തലയടിച്ചു, ബോധം പോയി, വീൽ ചെയർ കൊണ്ടുപോയി സ്റ്റിച്ചിട്ടു. താൻ കണ്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് താൻ തള്ളി മറിക്കുന്നതെന്ന് ചോദിച്ച് കമൻ്റ് ഇടാൻ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നടക്കാം. കൃത്യമായ സോഴ്സിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിച്ച് റയൽ മാഡ്രിഡ് ഇതാ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ സംഭവിച്ചത് അത് നോക്കുകയാണ്. ഇതിപ്പോൾ മത്സരം എൽ ക്ലാസിക്കോ മത്സരം ഞായറാഴ്ചയല്ല. ഇക്കോലത്തിൽ ഈ ടീം എങ്ങനെ പോരാടുന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും സംഭവങ്ങൾ വിശദമായിട്ട് വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വാൾഡോ ബാസിൽ ഇങ്ങനൊരു അടി ഇതിന് മുമ്പ് സംഭവിച്ചിട്ടില്ല എന്നാണ്. ഫെഡെ വാൽവർദെ അതുപോലെ തന്നെ ഓർലിൻ ഷൂമനിയും തമ്മിൽ അടിയുണ്ടായി. എങ്ങനെ? ഇന്നലെ അവർ തമ്മിൽ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്നും തള്ളും ഉണ്ടായെന്നല്ലാതെ കൈവച്ചിട്ടില്ല. ഇന്ന് ഷൂമനി വന്നിട്ട് വാൽവർദയ്ക്ക് കൈ കൊടുത്തു. ഇന്നലത്തെ വിഷയം പരിഹരിക്കാൻ വേണ്ടി കൈ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. വാൽവർദെ ഹാൻഡ് ഷേക്ക് നിഷേധിച്ചു. കൈ കൊടുക്കാൻ തയ്യാറായില്ല. വാൽവർദെ ആ വാശിയിൽ അങ്ങനെ നിന്നു. ഇത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ട്രെയിനിങ് സെഷന് കാരണമായി. ഇനി ട്രെയിനിങ് സെഷനിൽ വലിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടാക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിനിങ് സെഷൻ ഒടുവിൽ എല്ലാം കൈവിട്ടുപോയി. ഫിസിക്കലി അടിയായി. വാൽവർദെ നിലത്ത് വീണു. ഒടുവിൽ സ്റ്റിച്ചിടേണ്ട അവസ്ഥ വന്നു. ഇനി നോക്കുക, ഓരോ ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ട്രെയിനിങ്ങിൽ വളരെ ഹാർഡ് ടാക്കിൾസ് ഉണ്ടായിരുന്നു ബിറ്റ്വീൻ ഷൂമനി ആൻഡ് വാൽവർദെ. ഷൂമനി അത് കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. വാൽവർദെ വളരെ ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് വീണ്ടും ചെന്നു. ഫൈറ്റ് ഉണ്ടായി. അവിടെയാണ് ഫൈറ്റ് പൊട്ടുന്നത്. അപ്പോൾ വാൽവർദെ വളരെ വയലൻ്റ്ലി ഓർലിൻ ഷൂമനിയെ ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവഞ്ച്വലി ഷൂമനിയും തിരിച്ച് അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു. ട്രെയിനിങ്ങിന് മുമ്പ് നോക്കുക, കൈ കൊടുത്ത് തീർക്കാൻ നോക്കിയതാണ് ഷൂമനി. ഫെഡെ വാൽവർദെ പ്രശ്നം സോൾവ് ചെയ്യാൻ തയ്യാറായില്ല. ദെൻ ട്രെയിനിങ്ങിന് ശേഷം വളരെ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സംഭവം പോയി. എന്നാൽ ഇവിടെ ഇപ്പം റയൽ മാഡ്രിഡിൻ്റെ ചില പ്ലെയേഴ്സ് ആൽവരോ അർബിലോയോട് ട്രെയിനിങ് സെഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. എൽ ക്ലാസിക്കോയുടെ 2 ദിവസം മാത്രം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്, നോക്കണം. ഫെഡെ വാൽവർദെക്ക് അദ്ദേഹത്തിൻ്റെ ബോധം പോയി എന്ന് RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഫൈറ്റിന് ശേഷം ദെൻ അദ്ദേഹം തലയിടിച്ച് വീണു. തലയ്ക്ക് ഇപ്പോൾ സ്റ്റിച്ചിട്ടിരിക്കുകയാണ്. ഓർലിൻ ഷൂമനിയും ഫെഡെ വാൽവർദയും എൽ ക്ലാസിക്കോ കളിക്കില്ല എന്ന് ഡിയാരിയോ ASും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഇപ്പോൾ ഈ 2 പേരെയും പുറത്തിരുത്താൻ വേണ്ടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്ന. ഒരു സെനാരിയോ നമുക്ക് റൂൾഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഡിയാരിയോ ASിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ഫെഡെ വാൽവർദെ വീൽ ചെയറിലാണ് ആഫ്റ്റർ ട്രെയിനിങ് ഈ അടിയൊക്കെ ഉണ്ടായതിനു ശേഷം പോകുന്നത് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു സീക്വൻസ് നോക്കിയാൽ ഡിയാരിയോ AS റിപ്പോർട്ട് ചെയ്യുന്നു. ഫെഡെ വാൽവർദെ ഷൂമനിക്ക് കൈ കൊടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ട്രെയിനിങ്ങിൽ വലിയ രൂപത്തിൽ ടാക്കിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഷൂമനി പോയി. അപ്പോൾ ഫെഡെ വാൽവർദെ പിന്നാലെ ചെന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കി. അതുകൂടാതെ ഷൂമനി ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിൽ വലിയ ബഹളം വെച്ചപ്പോൾ ഷൂമനി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാൽവർദയോട് പതിയെ പറയാൻ വേണ്ടി പറഞ്ഞു. വലിയ ഒച്ച ഉണ്ടാക്കണ്ട, പതുക്കെ പറ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. ഫെഡെ വാൽവർദെ പക്ഷേ ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോയി. ഷൂമനി ഒടുവിൽ അടിച്ചു. ഫെഡെ വാൽവർദെ താഴെ വീണു. തല ഡ്രസ്സിംഗ് റൂമിൽ ടേബിളിൽ അടിച്ചു. തലയ്ക്ക് പൊട്ടുണ്ടായി. അൺകോൺഷ്യസ് ആയി. പിന്നെ വീൽ ചെയറിൽ പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് ഡിയാരിയോ ASിൻ്റെ റിപ്പോർട്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഫെഡെ വാൽവർദെ സീരിയസ്ലി ഇഞ്ചുവേർഡ് ആയിട്ടുണ്ട് ഇന്നത്തെ സംഭവത്തിൽ എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതായത് ഇതിൻ്റെ ഒരു യഥാർത്ഥ വശം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി ഡ്രസ്സിംഗ് റൂമിലെത്തി. ഷൂമനി കുറച്ച് കാമായിട്ടിരിക്കുന്നു. അതേസമയം ഇന്നലത്തെ വിഷയം താൻ പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്തില്ല എന്ന് ചോദിച്ചിട്ട് ഫെഡെ വാൽവർദെ വീണ്ടും ഇങ്ങനെ പോയി ചൊറിയുന്നു. ഷൂമനി പറയുന്നു നിർത്ത്, പ്രശ്നം ഉണ്ടാക്കണ്ട, നിർത്ത് എന്ന് പറയുന്നു. മറ്റ് താരങ്ങളും ഇത് നിർത്താൻ വേണ്ടി പറയുന്നു എന്നാണ് DRS റിപ്പോർട്ട്. ഷൂമനി kept telling him to stop.
even in a calm manner, but Valverde kept going and going and going. Multiple players told him to stop. പലരും പറഞ്ഞു വാൽവർദയോട് പ്രശ്നം ഉണ്ടാക്കല്ലേ, മിണ്ടായിരിക്കെ. പക്ഷേ അതുണ്ടായില്ല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ആർബിലോവ ഡിഡ് നോട്ട് ഇന്റർവെൻ. ഇവിടെ അങ്ങനെ അടി ഉണ്ടാകുമ്പോൾ കോച്ച് ആർബിലോവ ഒന്നും പറഞ്ഞില്ല, മിണ്ടാകുന്നു. ഇന്ത്യൻ ഷൂമനി നോക്കഡിങ് ഔട്ട്. ഒടുവിൽ ഷൂമനിക്ക് കൈവിട്ടുപോയി, ഇടിച്ച് താഴെ ഇട്ടു. സോ ഫൈറ്റ് ഉണ്ടായി, പ്രശ്നമായി. ഇനിയിപ്പോൾ എന്ത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. റയൽ മാഡ്രിഡ് ഈ 2 താരങ്ങൾക്കെതിരെയും കടുത്ത നടപടിയിലേക്ക് പോകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.